ദൈവത്തിന് മഹത്വം. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിൽ നമുക്ക് അല്പസമയം ദൈവദിനം ധ്യാനിക്കുവാൻ ആധാരമായി നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് തിരിയാം. വേദപുസ്തകത്തിൽ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം വായിക്കുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. അപ്പോസ്തലനാകുന്ന പൗലോസ് തൻ്റെ ഒരു അനുഭവമാണ്, തൻ്റെ ആഗ്രഹവുമാണ് ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നത്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവായിരിക്കണം, ക്രിസ്തുമയമായിരിക്കണം. 1 യോഹന്നാൻ 2:6 നാം വായിക്കുന്നത്, ക്രിസ്തുവിനെ അറിയുന്നു എന്ന് പറയുന്നവർ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു, അവൻ ജീവിച്ചതുപോലെ ജീവിക്കുവേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവോത്തണെങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. അപ്പോസ്തലനാകുന്ന പൗലോസ് തൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ ഒരു ക്രിസ്ത്യാനി ആരാണെന്ന് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഓരോ ദിവസത്തിലുള്ള ജീവിതം ക്രിസ്തുവിനായിരിക്കണം. 1 യോഹന്നാൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടക്കുന്നതുപോലെ നടക്കേണ്ടതാകുന്നു. നടന്നതുപോലെ നമ്മുടെ ജീവിതം ക്രിസ്തുമയമായ ഒരു ജീവിതമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മെ സംബന്ധിച്ച് യോശുവയുടെ പുസ്തകം 24:15 പറയുമ്പോൾ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ അനുഗമിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന ഒരു ജീവിതമാണ് യോശുവയുടേതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോസ്തലനാകുന്ന പൗലോസിൻ്റെ ലക്ഷ്യവും ക്രിസ്തു മഹിമപ്പെടണം എന്ന് മാത്രമാണ്. പലരെയും സംബന്ധിച്ചിടത്തോളം പലതുമാണ് ലക്ഷ്യം. അവരെ വെളിപ്പെടുത്തുവാൻ, അവരുടെ ഭൗതികത്തെ വെളിപ്പെടുത്തുവാൻ, അവരുടെ സ്വഭാവത്തെ വെളിപ്പെടുത്തുവാനൊക്കെ പലരും ആഗ്രഹിക്കുമ്പോൾ, നമ്മെ സംബന്ധിച്ച് യേശു ആയിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. നമ്മെ സംബന്ധിച്ചോ പാവം നമ്മിൽ വാഴുവാൻ ഒരിക്കലും ഇടയാകരുത്. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പാപത്തിന് അടിമയായാൽ പാവമായിരിക്കും അവരിൽ വാഴുന്നത്. നാം നീതിക്ക് അടിമയായി ദൈവത്തിന് ദാസീദാസന്മാരായി ജീവിക്കേണ്ടവരാണ്. ഫിലിപ്പിയ ലേഖനം 3:10 നാം വായിക്കുന്നു. എഫേസ്യ ലേഖനം 3:19, യോഹന്നാൻ 17:13 ഒക്കെ നാം കാണുന്നത് ക്രിസ്തുവിനെ അറിയുവാനുള്ള ഒരു ശ്രമം നമ്മിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവത്തെ അറിയുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുക. ഈ ലോകത്തിൽ താൽക്കാലിക ഒരു ജീവിതമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ ജീവിതം ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ, ദൈവമയമായി ദൈവഹിതപ്രകാരം ജീവിച്ചാൽ നിത്യത നമുക്ക് നഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് നിത്യത നമുക്ക് നഷ്ടപ്പെടാതെ നമ്മൾ ഇഹത്തിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടവരാണ്. അടുത്തതായി നാം ശ്രദ്ധിക്കുന്നത്, അവനെ മാതൃകയാക്കണം. ദൈവത്തിന് സ്തോത്രം. 1 പത്രോസിൻ്റെ ലേഖനം 2:21, ഫിലിപ്പിയ ലേഖനം 2:5 വായിക്കുമ്പോൾ, നമ്മുടെ മാതൃകാ പുരുഷൻ ക്രിസ്തുവാണ്. അവൻ്റെ കാഴ്ചപ്പാടുകളെ പിന്തുടരുവാൻ അവൻ നമുക്കൊരു മാതൃക വെച്ചിട്ടുണ്ട്. ഈ ലോകത്തിൽ പലരും മാതൃക വെച്ചെങ്കിലും അതുപോലെ ജീവിച്ചവരല്ല, മാതൃക പറഞ്ഞവരാണ്. നമ്മുടെ കർത്താവ് പറയുക മാത്രമല്ല, ജീവിച്ചത് കാണിക്കുക കൂടെ ചെയ്തു. നമുക്കും യേശുവിനെ മാതൃകയാക്കാം. ഈ ലോകത്തിൻ്റെ ഒന്നിനും മാതൃകയാക്കാതെ യേശുവിനെ മാതൃകയാക്കി ജീവിച്ചാൽ യഥാർത്ഥ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കുവാൻ ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അതാണ് ദാനിയേൽ 11:32 വായിക്കുന്നത്, ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. നമുക്ക് ദൈവത്തെ അറിഞ്ഞ് യേശുവിനെ മാതൃകയാക്കി ജീവിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. അതുമാത്രമല്ല, നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം ക്രിസ്തുവിനെ അറിയിക്കുന്നവരായിരിക്കുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം 5:20, ഫിലിപ്പിയ ലേഖനം 3:8 വായിക്കുമ്പോൾ, ക്രിസ്തുവിനെ അറിയിക്കുന്നവരായിരിക്കുവാൻ. കാരണം ആകാശത്തിന് കീഴിൽ മനുഷ്യരിടയിൽ രക്ഷയ്ക്കുള്ള ഏക നാമം യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ അറിയിക്കുവാൻ നാം അധികമായി ഉത്സാഹിക്കണം. ജീവിതത്തിൻ്റെ നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം അതായിരിക്കട്ടെ, യേശുവിനെ അറിയിക്കുക. മറ്റൊരുത്തിലും രക്ഷയില്ലാത്തതുകൊണ്ട്
രക്ഷയ്ക്ക് യേശു മാത്രമാണ് മുഖാന്തരമായതുകൊണ്ട്, വഴിയും സത്യവും ജീവനും യേശു മാത്രമായതുകൊണ്ട് യേശുവിനെ നാം അറിയിക്കുവാൻ ഉത്സാഹിക്കണം. ആമേൻ. മാത്രമല്ല, ക്രിസ്തുവിനെ നാം രുചിച്ചറിയണം. 34 സങ്കീർത്തനം 8 വാക്യത്തിൽ നാം വായിക്കുന്നു, ക്രിസ്തുവിനെ അറിയുക മാത്രമല്ല അവനെ രുചിച്ചറിയുവാൻ കൂടെ ഇടയായിത്തീരണം. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതും അവനുമായി ലയിച്ചു ചേരുന്നതും ക്രിസ്തുവിനെ കൊണ്ട് തൃപ്തി അടയുന്നതും യേശുവിനെ പ്രത്യാശിക്കുന്നതുമാണ് ജീവിക്കുക എന്ന് പറഞ്ഞ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ക്രിസ്തുമയമായിരിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ക്രിസ്തുമയമായൊരു ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നയിക്കുവാൻ കൃപ നൽകണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷ കേൾക്കണം പിതാവേ. ആമേൻ. ലോകത്തിൻ മോഹങ്ങളിൽ നീങ്ങി പാപത്തിൻ ദാസനായി ഞാൻ തീർന്നു. നഷ്ടമായി പോയ കാലങ്ങളോർത്ത് എന്റെ ദൈവത്തിൻ സന്നിധേ ഞാൻ ചെന്നു. ലോകത്തിൻ മോഹങ്ങളിൽ നീങ്ങി പാപത്തിൻ ദാസനായി ഞാൻ തീർന്നു. നഷ്ടമായി പോയ കാലങ്ങളോർത്ത് എന്റെ ദൈവത്തിൻ സന്നിധേ ഞാൻ ചെന്നു. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായി, പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനായി. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായി, പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനായി. നല്ല ദാസനായി ഞാൻ തീർന്നതിനായി